വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി വെച്ചുകൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഏകദേശം 4 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മക്രോണി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിലുള്ളവർ അത് തന്നെ എടുക്കാൻ നോക്കുക, അല്ലാത്തവർക്ക് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. നമ്മളിത് അടച്ച് വെച്ചിട്ട് തിളക്കാനായിട്ട് മാറ്റി വെക്കുക. ആ സമയം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് അതും അരിഞ്ഞെടുക്കുക. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞു വെക്കുക. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി, അത് നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ ചെറിയ സൈസ് തക്കാളി 2 എടുത്തിട്ടുണ്ട്, അതും അരിയുക. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നു. നമുക്കിനി അതിലോട്ട് മക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം നമ്മുടെ മക്രോണി പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയാൽ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാകത്തിന് വേവിച്ചെടുക്കുക. നമ്മളിനിത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം സ്റ്റവ് ഓണാക്കുക. എന്നിട്ട് ഞാൻ വലിയൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മക്രോണിയും പച്ചക്കറികളെല്ലാം ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിനാണ് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ നോക്കുക. ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്താണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി പെട്ടെന്ന് മൂത്ത് വരും. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂണ് ചിക്കൻ മസാല. ഇത്ര മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ പൊടിയിൽ. ചിക്കൻ മസാല ചേർത്താൽ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേകുന്ന വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കമ്മിയാക്കി വെക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മുട്ട ഒന്ന് ചിക്കി എടുക്കുകയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട ഉടച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ നന്നായി നമ്മൾ ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടനെ നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ മക്രോണി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം നന്നായിട്ട് യോജിക്കുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മക്രോണി, വെജിറ്റബിൾസും മുട്ടയും എല്ലാം നന്നായിട്ട് മിക്സായി വരട്ടെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടി മുകളിൽ തൂവി കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ല കട്ടൻ ചായയുടെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കാണുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.